ഹായ് ഡിയേഴ്സ്. അപ്പോൾ ലച്ചൂട്ടിയെ ഇത്ര സുന്ദരിയായിട്ട് എവിടെയാണ് ഒരുക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങളിപ്പോൾ അറിയാൻ ഒരുപാട് ആകാംക്ഷപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെയും നാളെ ചേച്ചിയുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള ആര്യ എന്ന് പറയുന്ന ചേച്ചിയുടെ ഒരു മാരേജ് റിസപ്ഷനാണ് ഇന്ന്. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഞാനും ലച്ചൂട്ടിയും നാളെ ചേച്ചിയും സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. എൻ്റെ അമ്മ സുന്ദരി കുട്ടിയുടെ അവിടെ നമുക്ക് ടാറ്റയും തന്നവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനും ചേച്ചിയും ലച്ചൂട്ടിയും കൂടെയാണ് പോകുന്നത്. അമ്മ വരുന്നില്ല. അപ്പോൾ ചേച്ചി യൂബറിനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. യൂബർ വരാത്തതിൻ്റെ ദേഷ്യത്തിൽ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം നടന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് നേരം ചേച്ചി നടന്നതിന് ശേഷം ബസ്സല്ല ഓട്ടോ വന്നു. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ പോകുന്നത് ഈ വരുന്ന ഓട്ടോയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈസ്റ്റോട്ട് പോയിട്ട് നമ്മൾ മണ്ണന്തല മുക്കോലയ്ക്കലേക്കുള്ള ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും ഓട്ടോയേറി ആണ് ചേച്ചിയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിലെത്തി ഈസ്റ്റോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ഒക്കെ കുറച്ച് കംപ്ലയിൻ്റ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് പനി പിടിച്ചു. അതിനുശേഷം എനിക്ക് കോളേജിലെ എക്സാംസ് തുടങ്ങി. അങ്ങനെയൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ബാക്ക് ടു മൈ ടുഡേയ്സ് വീഡിയോസ് ടോപ്പിക്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മൾ മണ്ണന്തല മുക്കോലയ്ക്കൽ ബസ്സൊക്കെ കയറി ഇവിടെ നിന്ന് പിന്നെ ഔട്ടേക്ക് കയറി. അങ്ങനെ ഇതേ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ കുറച്ച് നേരം ചേച്ചിയോട് സംസാരിച്ചു. അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് പോവാണ്. തിരിച്ച് നമ്മൾ യൂബർ ബുക്ക് ചെയ്താണ് വന്നത്. കാരണം അങ്ങോട്ട് ബസ്സിൽ പോയപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാണ് യൂബർ ബുക്ക് ചെയ്ത് നേരെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഓട്ടോയിലാണ് വരുന്നത്. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ലച്ചൂട്ടി നമ്മുടെ പൊന്നു പൂജയോട് സംസാരിച്ച് കളിച്ച് ചിരിക്കുകയാണ്. വീട്ടിൽ വന്ന് ലച്ചൂട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവരുടെ കുസൃതിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവരുടെ വോയിസ് ഓവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതിൽ കേൾപ്പിച്ച് തരാം. ലാസ്റ്റ് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ലച്ചൂട്ടിയുടെ വോയിസ് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എൻഡിലാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്നും പറഞ്ഞ് എൻഡിലോട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ട. കറക്റ്റ് എൻഡിലൊന്നും അല്ല, അതൊരു സർപ്രൈസാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ വേറെന്താ, പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ലച്ചൂട്ടിയുടെ വോയിസൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേ ലച്ചൂട്ടിയുടെ കളിയും ചിരിയൊക്കെ നിങ്ങൾ കണ്ടോളൂ. അവളുടെ വോയിസ് നിങ്ങൾ കേട്ടോളൂ. ഇതൊക്കെ ഇന്നടുത്തെ ഫോട്ടോസും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും ഞാൻ പറയണം, മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വേറെ പ്രത്യേകിച്ചൊന്നും ഈ വീഡിയോയിൽ പറയാനില്ല. നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് ടു അവർ ഡിയർ ഐ ചേച്ചി. And I hope you like my video. പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ, ടാറ്റാ.